വന്ദന വിശ്വാസിയായിരുന്നു, ഭയങ്കര വിശ്വാസിയായിരുന്നു. ആയിരുന്നു. വന്ദന പ്രാർത്ഥിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല സാറേ, അവിടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയാ. പോകാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. കോളേജില് അവളെ പഠിപ്പിച്ച സാറന്മാരെ വരെ തിരുപ്പതി വരെ വിളിച്ചുകൊണ്ട് പോകും അമ്പലത്തിൽ. കൃത്യമായിട്ട് അമ്പലങ്ങളില്ല. ഈ അടുത്ത കാലത്ത് വരെ ഞങ്ങള് തിരുപ്പതി വരെ പോയി. ഒരു 2 ദിവസം അവധി വന്നപ്പോഴത്തേക്ക് അന്നൊരു ചാൻസ് കിട്ടി പോയി, കാറിന് പോയി. അങ്ങനെ എല്ലായിടത്തും അവള് നിരന്തരം ഇതുപോലെ ഭക്തി കൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടായത് ഞങ്ങളെ വിശ്വസിക്കുന്നു. കാരണം അറിവുള്ളവർ പറയാറുണ്ടല്ലോ, ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ പെട്ടെന്ന് വിളിക്കുന്നു. അപ്പൊ ഞങ്ങൾ അതിലും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ, ഇവിടെയുള്ള കുട്ടികളൊക്കെ തെറ്റ് ചെയ്തവരാണ് വിളിക്കാത്തവർ. അങ്ങനെയല്ലല്ലോ. ഇവിടെ ബാറ്റ് ജീവിച്ച കുട്ടികൾക്കൊന്നും തെറ്റ് ചെയ്തവരല്ലോ. തെറ്റ് ചെയ്യാത്ത നല്ല കുട്ടിയെ വിളിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിലൊക്കെ വിശ്വാസം ഇപ്പം കുറഞ്ഞു വരുമോ സാർ? അതുപോലെയുള്ള പ്രാർത്ഥനയും വിശ്വാസം കുറഞ്ഞ സാഹചര്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നു സാറേ. കാരണം അതുപോലെ മോള് പോകാത്ത അമ്പലങ്ങൾ പറയാത്ത വഴിപാടുകളും ഞങ്ങളും വീട്ടുകാർ ചെയ്യണേ അതുപോലെ തന്നെ. മുകളിലൊരു മുള്ളുപോലും കൊള്ളിരുന്ന് അവൾ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും അമ്പലങ്ങളിൽ അവരും കുറച്ച് കൂട്ടുകാരുണ്ട് ഇതുപോലെ. അവർ പോയി എല്ലായിടത്തും പോകാത്തതില്ല. ആറ്റുകാലൊക്കെ എല്ലാ വർഷവും തുടർച്ചയായിട്ട് പൊങ്കാലയിടാൻ അതിലൊക്കെത്തുള്ളവരുടെ കൊണ്ടുപോകും ഫ്രീ ആയിട്ട്. ഈ ചെറിയൊരു കാലമേ ഡോക്ടർ വന്ദനയ്ക്ക് ജീവിച്ചിരിക്കാൻ ഭാഗ്യം ഉണ്ടായുള്ളൂ. ആ കാലത്തിനിടയ്ക്ക് നിങ്ങളിലൊക്കെ ഒരുപാട് സ്നേഹം പകർന്നു തന്നു അവളല്ലേ. എന്തായിരുന്നു അങ്ങയുടെ ഓർമ്മ? നല്ല ദിവസങ്ങളെല്ലാം അവളെ ഓർപ്പിക്കുന്നത്. അതായത് അവൾ മെസ്സേജ് അയക്കുമോ, അല്ലെ എൻ്റെ ബർത്ത്ഡേ പോലും അവള് നേരത്തെ മെസ്സേജ് അയക്കുകയോ അല്ലെ വിളിക്കുകയോ ഒക്കെ ചെയ്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്തൊക്കെയാണ് പുള്ളിക്കാരി. അതുപോലെ നമ്മളുമായിട്ട് എന്നാ പറയുക, ഒരു രീതിയിലും നമുക്കൊന്ന് മാറി നിൽക്കാൻ പോലും പറയാൻ പറ്റാതെ അതുപോലെ അടുപ്പായിരുന്നു കുട്ടിയായിട്ട്. എന്നാ അവളെ ഒരു വേർപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. ചിരിച്ചോണ്ടല്ലാതെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല വന്ദനെ. എപ്പോഴും ചിരിച്ചോണ്ട് മാത്രമേ വർത്താനം പറയുള്ളൂ. നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ മരണം എപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും? അല്ല, കൊച്ചിനെ ആദ്യം വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഞങ്ങൾ കുറച്ചപ്പുറത്ത് വരെ താമസിക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് പോണേ. അപ്പൊ ഇങ്ങനെ എന്തോ ചെറിയൊരു ഇതുണ്ടായെന്നല്ല, ഞങ്ങളോട് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൺ ദ വേ പോകുമ്പോൾ കോളുകൾ പെട്ടെന്ന് ഒരുപാട് കോളുകൾ വന്നപ്പോൾ എനിക്കൊരു പിന്നെ ഞാൻ വേറെ ആളെ വിളിച്ച് ചോദിച്ചു. അപ്പം സീരിയസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് ഇവരോട് പറയാവുന്ന കണ്ടീഷനും അല്ല. പക്ഷെ ഇങ്ങനെ മരണപ്പെട്ടു പോയെന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയും. ഞാൻ ഒരു കാര്യം ചോദിച്ചാലേ, ഇപ്പം നമ്മൾ പോലീസുകാരെ പഴിക്കുകയല്ല ഈ പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങേപോലെ ഒരു പിതാവിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന സംശയങ്ങൾക്ക് ദൂരീകരണം വേണം. കാരണം അങ്ങേക്ക് എല്ലാം ജീവിതത്തിൽ നഷ്ടമായി. അപ്പോൾ ഇനി കുറേ പാതി സംശയങ്ങളുമായി ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്തിയില്ല എന്ന് മേളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു? പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തിയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യമാണ്. കാരണം ഇവര് പറഞ്ഞ, ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ അഭിഭാഷകൻ ആരായിരുന്നു ഹൈക്കോടതിയിൽ പോയപ്പോൾ? പി വിജയഭാനു. അഡ്വക്കേറ്റ് വിജയഭാനു. അദ്ദേഹം ഈ കേസൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം എന്താണ് അങ്ങയോട് പറഞ്ഞത്? ഇതിന്റെ അകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോലീസിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. പോലീസും പ്രതികളാണ്. ഓക്കെ, അപ്പൊ പോലീസിന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങയും ഇപ്പം വിശ്വസിക്കുന്നത്. അതെ. അതിനൊരു ദൂരീകരണം അങ്ങേക്ക് ഈ വിധിയിലൂടെ കിട്ടിയില്ല അല്ലെ? അതുകൊണ്ടാണ് അങ്ങ് അപ്പീലിന് പോകും എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ കുറെ നമ്മള് പുറത്ത് പറയാറുന്ന കാര്യങ്ങളുണ്ട് സാറേ. ഡിലേ ഉണ്ടായിട്ടും ആശുപത്രികൾ അതൊന്നും അത്ര ഇതായിട്ട് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് അതൊന്നും കൂടുതൽ അറിഞ്ഞില്ല. പിന്നീടാണ് അറിയുന്നത്. കേസ് കൊടുക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന ജൂൺ മാസം 23 ഫയൽ ചെയ്യുന്നത്. ഓക്കെ. അന്നേരം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇവര് കുറ്റപത്രം പിടിക്കുകയും ചെയ്തില്ല പോലീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കോപ്പിക്ക് എടുത്തപ്പോഴത്തേക്കാണ് ഇതിന്റെ യാതൊരു പരസ്പര ബന്ധ കാര്യങ്ങൾ മനസ്സിലായത്. അതിനൊക്കെ അത് കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും കേസിന്റെ സ്പീഡപ്പ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഈ ഉന്നത പോലീസ് ഓഫീസർമാർ ഇതിൽ അങ്ങേക്കുണ്ടായിരിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന രീതിയിൽ ഏതെങ്കിലും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു? ഈ കോടതി തന്നെ പല പ്രാവശ്യം സാറേ, കോടതിയല്ല ഗവൺമെന്റിന്റെ സമ്മർദ്ദപ്രകാരമായിരിക്കാം 20 പ്രാവശ്യം കേസുകൾ മാറ്റിവെച്ചു. ഓക്കെ. ബെഞ്ചുകൾ അതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരു ബെഞ്ചിൽ വന്നപ്പോൾ 4 പ്രാവശ്യം പറഞ്ഞ് DGPയോട് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രീവാൻസസ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത് നേരിട്ട് കേട്ടിട്ട് അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ DGP ഞങ്ങളെ കോട്ടയത്ത് യാത്ര ചെയ്യാൻ വിളിച്ചു വരുത്തി, ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി. ഞങ്ങളും പോയി. DGPയും അദ്ദേഹത്തിൻ്റെ ഒരു PAയും ഞാനും വൈഫും ഇവർ 4 പേരുടെ പോയി എനിക്ക് നടത്തി. അപ്പം ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾ നോക്കുന്നത് ഇപ്പം ഒരു പ്രതി, ആ പ്രതിയെ നിങ്ങളുടെ കൈ കിട്ടി എന്നാണ് പറയുന്നത്. അവിടെ ഇരുന്ന് ഓടിച്ചു പിടിച്ചൊന്നുമല്ല, വെട്ടി.
അപ്പോൾ നിങ്ങൾ ഈ സാർ അന്വേഷിച്ചാലും ആരും അന്വേഷിച്ചാലും അത് നിങ്ങൾ കോടതിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ നിങ്ങൾ ബാക്കി അന്വേഷിക്കുള്ളൂ. സാറ് അതിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ മറ്റേ കീഴുദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തു, അവിടെ വീഴ്ച പറ്റിയെന്ന് സാർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റിയല്ലോ. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, മറുപടി ഒന്നും. ഓക്കെ, അതെങ്ങനെയാണ് സാറേ ഇതിപ്പോൾ നമ്മൾ അവരെ ഇപ്പോൾ വേറെ വിരുദ്ധമായിട്ട് ഒരു ഹൈക്കോടതിയിൽ തന്നെ ബെഞ്ചിൽ ഇങ്ങനെ സാറിന് പരാമർശം ഉണ്ടായല്ലോ ആദ്യത്തെ കേസുകളിലൊക്കെ തന്നെ. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് ഇതുപോലെ തന്നെ പരാമർശിച്ചല്ലോ പോലീസുകാരുടെ വീഴ്ച എല്ലാ രീതി അവിടെ ADGP പറഞ്ഞപ്പോൾ പരാമർശം ഉണ്ടായി. ഓക്കെ, അത് സാറേ കേരളത്തിലുള്ള ഏത് കേരള പോലീസിന്റെ കീഴിലുള്ള ഏത് ഏജൻസി അന്വേഷിച്ചാലും ഈ പറഞ്ഞേക്കുന്ന ക്രൈംബ്രാഞ്ചോ സ്പെഷ്യൽ ബ്രാഞ്ചോ CID-യോ ഏത് അന്വേഷിച്ചാലും ഈ കേരള പോലീസിന്റെ ഈ ആഭ്യന്തര വകുപ്പിനെ കീഴിൽ വരുന്നതല്ലേ സാറേ? എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്. അവർക്ക് ആർക്കെങ്കിലും എതിരായിട്ട് അഭിപ്രായം പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ കേരളത്തിന് പുറത്തുള്ള ഏജൻസി ഒന്ന് അന്വേഷിക്കുമ്പോൾ ഇത് കേരള സർക്കാരിന് ഒരു ബുദ്ധിമുട്ടും വരേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇവരെ ആരെ ആക്ഷേപിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് ആദ്യകാലത്ത് ഒന്ന് പറഞ്ഞ ഈ കാലത്ത് ഈ അടുത്ത കാലത്താണ് ഒരു പത്രസമ്മേളനം കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേസ് തള്ളിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പറയേണ്ടി വന്നത്. ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ പലരും ഒന്നും മിണ്ടിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് തന്നെ അവിടെ ഡോക്ടർ വന്ദനയ്ക്ക് കുത്തുകെട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗിംസ് കൊണ്ടേ മരിച്ചുപോയി. അതല്ല, ഇത്ര ഡിലേ ഉണ്ടായെന്നും ഇത്ര വീഴ്ച ഉണ്ടായെന്നും ഇത്ര ചികിത്സ കിട്ടാതെ വരുന്നു ഇതൊന്നും പബ്ലിക്കിന് അറിയത്തില്ല സാറേ. അത് നമ്മുടെ അഡ്വക്കേറ്റിനെയും കൂടെ മറ്റേ നിർദ്ദേശപ്രകാരം നമ്മൾ തൽക്കാലം ഒന്ന് നമ്മൾ കൂടുതൽ സംസാരിച്ചില്ല. കാരണം പല കാര്യങ്ങൾ അതിനകത്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മിണ്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു വരുമ്പോൾ സംഗതി പിന്നെ നമുക്ക് ആരാ സാറേ? നമുക്ക് സാധനക്കാർക്ക് നീതി കിട്ടണ്ടേ സാറേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങയുടെ പോരാട്ടം തുടരുക. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, ഇനി 80,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ അങ്ങേ ഒരു വീഡിയോ കാണിച്ചു തരികയാണ്. അങ്ങോട്ട് നോക്കിയാലേ വീഡിയോ കാണാം. പ്ലേ. ഓക്കെ, ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. ആരാണ് തിരകൾക്കപ്പുറം എന്ന ചിത്രത്തിൽ അതിഥി താരമായി വേഷമിട്ട മലയാളത്തിലെ ഈ എഴുത്തുകാരൻ? ഓപ്ഷൻ A P കേശവദേവ്, ഓപ്ഷൻ B പൊൻകുന്നം വർക്കി, ഓപ്ഷൻ C തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ D MB നാരായണപിള്ള. തകഴി ശിവശങ്കരപിള്ള. ഓക്കെ, അങ്ങ് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പഠിക്കുന്ന കാലത്ത്? വായിക്കണം. ഇപ്പം പേപ്പർ വായിക്കോ? ഒന്നും അന്ന് എനിക്കൊന്ന് ആ കാലത്തൊക്കെ വായിക്കുമായിരുന്നു അല്ലേ? തകഴിയുടെ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ഉത്തരം ശരിയാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ ചിത്രമാണ്. എന്തായാലും അങ്ങേക്ക് 80,000 രൂപ, അങ്ങേക്കല്ല ആ കുട്ടികൾക്ക്, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആ കുട്ടികൾക്ക് 80,000 രൂപ ലഭിക്കുന്നു. പിന്നീട് ഞാൻ അങ്ങയുടെ വളരെ വിഷമത്തോടെ ഒരു രംഗം കണ്ടു. വന്ദനയുടെ MBBS ബിരുദധാരണ ചടങ്ങിൽ അങ്ങ് ഏറ്റുവാങ്ങുന്നു. അങ്ങയും അങ്ങയുടെ പത്നി വസന്തകുമാരി അമ്മയും ചേർന്ന് MBBS അല്ലേ ഗവർണറുടെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങി. എനിക്കറിയാം വളരെ സങ്കടകരമായി ആളുകൾ കണ്ട ഒരു രംഗമായിരുന്നു അത്. അങ്ങേക്ക് ഒരുപക്ഷെ ഈ ഡോക്ടർ വന്ദനയെ കുറിച്ചുള്ള ഒരു പ്രത്യേകിച്ച് മകളെക്കുറിച്ച് ഇത്രകാലവും ഒരുപാട് ഓർമ്മകൾ അങ്ങ് ഒരുപക്ഷെ അങ്ങയുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞ നിമിഷമായിരിക്കും ഈ ബിരുദം ഏറ്റുവാങ്ങിയപ്പോൾ. അതെ, പക്ഷെ നമുക്കതൊന്നും എന്നെ സഹിക്കാൻ പറ്റുന്നില്ല സാറേ. പറ്റിയല്ല. അന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഗവർണറൊക്കെ വരുന്നുണ്ട്, പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഒട്ടും വയ്യാല കാലത്തൊന്നും പോയത്. ഗവർണർ നേരിട്ട് തന്ന് എല്ലാവരുടെയും നേരിട്ട് വന്നു. കൊച്ചിൻ്റെ മോടെ ജനങ്ങൾ അംഗീകരിച്ചായിട്ടല്ല സാറേ, ഞങ്ങൾ ആദരപൂർവ്വം വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്.